ഈ അങ്ങ് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടില്ല? അല്ല, ഞാൻ ഇത്തരത്തിലുള്ള സമസ്തക്കെതിരായി ഞാൻ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെടുത്തുണ്ടാവില്ലേ ഇതിന്റെ ക്ലിപ്പുകളൊക്കെ? ഏതെങ്കിലും ഒന്ന് എടുത്ത് പുറത്തിട്. ഫ്ലാഷ് ബാക്ക്. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം. രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും SKSFന്റെ പ്രസിഡന്റ് പറഞ്ഞ രാഷ്ട്രീയമല്ല, മതമാണ്. ഇപ്പോൾ SKSFന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും ആർക്കും അറിഞ്ഞൂട്ടാത്ത സാഹചര്യം. ഇപ്പോൾ കുഴപ്പമുണ്ടാകുമ്പോൾ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരറിയുന്നത്. അപ്പോൾ ഇത് 1.5 ലക്ഷം ആളുകളെ 3 ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സമസ്തയുടെ ഒറ്റ നേതാവിനെയായിട്ട് കയറ്റാതല്ലേ ഞങ്ങൾ ആ യോഗം നടത്തിയത്. സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്, അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോരെ. ഞാനതിന്റെ ആളാണ്. അപ്പൊ അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ